കാസർഗോഡ് മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. മകൻ ഗുരുപ്രസാദ് പ്രഭു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മാതാവ് സാവിത്രിയെ അടുക്കളയിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടത്. അടുക്കളയിലെ ഫൈബർ കസേരയിലിരുന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയെടുത്ത് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കസേര ഉരുകി ദേഹത്ത് പറ്റിപ്പിടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. സാവിത്രി ഇത്തരത്തിൽ ജീവനൊടുക്കുവാൻ കാരണമായത് വീട്ടിലെ ടെലിവിഷൻ തകരാറിലായത് മൂലമാണെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു സാവിത്രിയെന്നും എന്നും രാവിലെ 6 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കാറുള്ളതാണെന്നും മകൻ ഗുരുപ്രസാദ് പറഞ്ഞു. എഴുന്നേറ്റ ഉടൻ TV കാണാൻ തുടങ്ങും. ഇന്നലെ TV തകരാറിലായതിനെ തുടർന്ന് നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു. ഇന്ന് തകരാർ പരിഹരിച്ച ശേഷം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ വീട്ടിൽ TV ഇല്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാതാവെന്നും മകൻ അറിയിച്ചു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനു കേസെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാശിമഠം ഗുഡയിലെ പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യയാണ് മരണപ്പെട്ട സാവിത്രി പ്രഭു. സംഗീത പൈ മകളാണ്. പുഷ്പാവതി, ഗുരുപ്രസാദ് പൈ എന്നിവർ മരുമക്കളാണ്. പ്രഭ നായക്, രേവതി പൈ, ഉദയകുമാരി, ജയശ്രീ കിണി, കേസരി പ്രഭു എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. Gold and diamonds, Kerala and Karnataka, the glow of purity.